സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഇരിക്കുന്നത് പ്രസിദ്ധമായ പയ്യാമ്പലം കടപ്പുറത്താണ്. ഇതിൻ്റെ പ്രത്യേകത നിങ്ങളുടെ ആദ്യ ദൃശ്യത്തിൽ തന്നെ പെട്ടിരിക്കും. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മലയാളിയുടെ അഭിമാനമായ പത്രപ്രവർത്തകൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്തൂപത്തിന് മുന്നിൽ നിന്നാണ് ഞാനിത് തുടങ്ങുന്നത്. അങ്ങനെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യ നേതാവായിരുന്ന KP ഗോപാലനാണ് തൊട്ട് അടുത്തായിട്ടുള്ളത്. അതിനുമപ്പുറത്ത് ധാരാളം വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും അതുപോലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുമൊക്കെ ഇവിടെ അവർ സ്തൂപങ്ങളായി, ഓർമ്മകളുടെ സ്തൂപങ്ങളായി നിൽക്കുകയാണ്. സതീശൻ പാച്ചേനിയുണ്ട്. സത്യവും ധർമ്മവും നീതിയുമൊക്കെ ജീവിതപ്രദമാക്കിയ കോൺഗ്രസിൻ്റെ ഒരു കരകളഞ്ഞ നേതാവായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഒരുപാട് പ്രശസ്ത അന്ത്യവിശ്രമം കൊള്ളുന്ന കുടീരങ്ങളുള്ള ഈ സ്ഥലം തീർച്ചയായും കണ്ണൂർ ടൂറിസത്തിൻ്റെ ഭാഗമായി വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. ഇത് ശരിക്കും സംരക്ഷിച്ച് നിർത്തേണ്ടതും അതിൻ്റെ പ്രൗഢി മങ്ങാതെ, ആ ഓർമ്മകൾക്ക് മങ്ങലേൽക്കാതെ, അതിൻ്റെ സത്യസന്ധമായ ആ ചരിത്രാവിഷ്കാരത്തിൻ്റെ രേഖകളൊന്നും മാഞ്ഞു പോകാതെ നിലനിർത്തേണ്ടത് അധികൃതരുടെ ഒരു കടമ കൂടിയാണ്. CP ദാമോദരൻ്റെ ഇതിനു മുമ്പിലാണ് ഇപ്പോൾ ഞാൻ ഇത് കാണുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഈ സ്തൂപത്തെക്കുറിച്ചാണ്. ഇത് ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സഖാവ് AKജിയുടെ പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മനുഷ്യജനായ നേതാവും പോരാളിയുമായിരുന്ന സഖാവ് AKജിയുടെ സ്മാരക സ്തൂപമാണ് ഇവിടെ. ഇതിൻ്റെ ഒരു വിരോധാഭാസം ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ അക്ഷരങ്ങളൊക്കെ വളരെ തെളിഞ്ഞ് AKജി സ്മാരകം എന്ന് എഴുതിയത് തെളിഞ്ഞു കണ്ടിരുന്നു. ഇന്ന് അത് വളരെ മായ്ക്കപ്പെട്ട നിലയിൽ ആണ്. അതൊരു വിരോധാഭാസമാണ്. ഒരു പക്ഷേ ഇതിൻ്റെ സംരക്ഷിക്കുന്നിടത്ത് സംഭവിച്ച ആർക്കോ ഏതോ അധികൃതർക്ക് സംഭവിച്ച ഒരു പാകപ്പിഴമായി ഇത് കാണേണ്ടതുണ്ട്. കാരണം അത്രക്കും മലയാളി ഓർക്കേണ്ട, മലയാളിക്ക് മറക്കാനാവാത്ത ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ, കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ അനിഷേധ്യ നേതാവിൻ്റെ സ്തൂപമാണ് കാണുന്നത്. തൊട്ടുപ്പുറത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവായിരുന്ന സെക്രട്ടറി ആയിരുന്ന സഖാവ് അഴീക്കോടൻ രാഘവനുണ്ട്. അതുപോലെ തന്നെ NC ശേഖർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക ആയിരുന്ന NC ശേഖറുണ്ട്. അതൊക്കെ ഇന്നും നമുക്ക് വളരെ തെളിമയോടുകൂടി കാണുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര സേന നേതാവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളുടെ ഒരാളുമാണ് NC ശേഖർ. ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക്, തൊഴിലാളി വർഗത്തിൻ്റെ അവകാശത്തിനും മോചനത്തിനും വേണ്ടി ചോരയും വിയർപ്പും പോരാടിയ ആ ധീരസഖാവിന് അന്ത്യവിശ്രമം കൊള്ളുന്ന രൂപമാണ് ഈ കാണുന്നത്. അങ്ങനെ ധാരാളം പേർ, അങ്ങനെ പറയുകയാണെങ്കിൽ NP പത്മനാഭൻ, അങ്ങനെ ഒരുപാട് പേര്, അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിൽ ആകർഷകരായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കോൺഗ്രസ് നേതാക്കളുടെ K സുരേന്ദ്രൻ പോലുള്ള KC കടമ്പൂരാൻ, അതുപോലെ ചിറക്കൽ ബാലകൃഷ്ണൻ ചിറക്കൽ T ബാലകൃഷ്ണൻ നായർ എന്ന ചരിത്രകാരൻ്റെ സ്തൂപമാണിത്. ഇത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. നമ്മുടെ ചരിത്രത്തിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ തലമുറ തീർച്ചയായും പഠിക്കേണ്ട ഒരു ഒന്നുകൂടിയാണത്. അങ്ങനെയുള്ള ഒരിടമാണ് ഈ കണ്ണൂർ പയ്യാമ്പലം കടപ്പുറത്തിൻ്റെ സ്മാരകങ്ങൾ നിലനിൽക്കുന്ന ഈ സ്ഥലങ്ങൾ. ആ കനൽ വഴികൾ താണ്ടുമ്പോഴും അങ്ങ് കാണിച്ച ചങ്കുറപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് N രാമകൃഷ്ണൻ എന്ന മുൻ തൊഴിൽ മന്ത്രിയുടെ സ്തൂപം ഇവിടെ നിലനിൽക്കുന്നത്. അതുപോലെ K കുഞ്ഞമ്പു ഉണ്ട്, അദ്ദേഹം മുൻ മന്ത്രിയാണ്. P ഭാസ്കരൻ, അദ്ദേഹം P ഭാസ്കരനുണ്ട്. നമ്മുടെ പാട്ട് എന്ന P ഭാസ്കരനല്ല, കണ്ണൂർ മുനിസിപ്പാലിറ്റിയിലെ മറ്റൊരു നേതാവായിരുന്നു അദ്ദേഹം. അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാള സാഹിത്യത്തിനും മലയാളി ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടുന്ന ഒരാളുടെ സ്തൂപമാണ് ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന തത്വമസി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുള്ള സുകുമാർ അഴീക്കോട്. കേരളത്തിൻ്റെ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മലയാളി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ശബ്ദ സൗകുമാര്യം കൊണ്ടും ദൃഢമായ നിലപാടുകൾ കൊണ്ടും വിമർശനത്തിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കൊണ്ടും മലയാളിക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ഒരാളാണ്. വലിയ ഈ ശ്മശാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്മാരകമായി നിലനിർത്തിയിട്ടുള്ളത് ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെതാണ്. അത് തീർച്ചയായും ഉചിതമായ ഒന്നായി തന്നെ തോന്നുകയാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു വിപ്ലവകാരി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി പഠനയിക്കുകയും പിന്നീട് CPM പോലുള്ള പാർട്ടിയോട് ഇടഞ്ഞു നിന്നുകൊണ്ട് തൻ്റെ സ്വന്തം കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കണ്ണൂരിൽ CPMൻ്റെ രക്ഷകനും മറ്റൊരു സമയത്ത് അന്ധകരും ഒക്കെ പ്രവർത്തിച്ച വിശ്രമമറിയാത്ത ഉജ്ജ്വല പോരാട്ടങ്ങൾ നടത്തിയ സഖാവ് MV രാഘവൻ്റെ സ്തൂപമാണിത്.
ഇങ്ങനെ ഒരുപാട് പേരുകൾ ഇവിടെ സ്തൂപങ്ങളിൽ ഇന്നും സി കണ്ണൻ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു ഉയർന്ന നേതാവാണ് സി കണ്ണൻ. ഇങ്ങനെ പോരാട്ട വീര്യങ്ങൾ കൊണ്ടും സമര മുഖങ്ങൾ കൊണ്ടും കേരളത്തെ മാറ്റിമറിച്ച എല്ലാവരുടെയും സ്മാരകങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ അവസാനമായി ഞാൻ നിങ്ങൾ കാണിക്കുന്നത് സഖാവ് ഇ കെ നായനാർ സ്മാരകമാണ്. ഇ കെ നായനാരെ കുറിച്ച് മലയാളിക്ക് ഒരു മുഖവരയുടെ ആവശ്യമില്ല. അദ്ദേഹത്തെ നർമ്മത്തിലൂടെയും അതുപോലെ തന്നെ കാർക്കശ്യത്തിലൂടെയും അതുപോലെ തന്നെ സമര പോരാട്ടങ്ങളിലൂടെ വിപ്ലവ ഇതിഹാസമായി മാറിയ മലയാളി ഉള്ളിടത്തോളം കാലം എല്ലാ മലയാളികളുടെയും ഇഷ്ട കഥാപാത്രമായി മാറിയ വിപ്ലവകാരി. അങ്ങനെ വിപ്ലവത്തിൽ ഇങ്ങനെ ഇത്രമാത്രം സൗമ്യതയും അതുപോലെ തന്നെ കാർക്കശ്യം കൂടുതലില്ലാത്ത രീതിയിൽ മലയാളിയെ ഏറെ ഇഷ്ടപ്പെട്ട മലയാളത്തിലെ എല്ലാവരോടും വളരെ ഭംഗിയായി സംവദിച്ച സഖാവ് ഇ കെ നായനാരുടെ സ്തൂപത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇവിടെ നിങ്ങൾ വരികയും കാണുകയും ഒക്കെ ചെയ്യേണ്ട ഒരു ചരിത്ര സ്മാരകങ്ങൾ കൂടിയിരിക്കുന്ന ഈ ഇടത്താണ് കണ്ണൂർ പയ്യാമ്പലത്തുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഇവിടെയൊക്കെ വരുമ്പോൾ തീർച്ചയായും ഇതൊക്കെ കാണുകയും ഇത് ഉൾക്കൊള്ളുകയും ഇത് ചരിത്ര പാഠമായി നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ഡയറി താളുകളിലുമൊക്കെ രേഖപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.